ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ എന്തായാലും ഈ സിനിമ പോയി കാണണം എന്നൊരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയാണ് രാമൻ്റെ ഏദൻ തോട്ടം. രാമൻ്റെ ഏദൻ തോട്ടത്തിലെ രാമനും രാമൻ്റെ സ്വന്തം മാലിനിയുമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ചാക്കോച്ചനും അനു സിത്താരയും. നമുക്ക് അവരെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. ചാക്കോച്ചൻ്റെ സിനിമകളുടെ പേരുകൾ മിക്കപ്പോഴും ഒരു വ്യത്യസ്തതയുള്ളതായിരിക്കും. ശരിക്കും എന്താണ് രാമൻ്റെ ഏദൻ തോട്ടം? രാമനും ഏദൻ തോട്ടം തമ്മിൽ എന്തോ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ ശരിക്കും, അല്ലേ? പൊതുവെ ഏദൻ തോട്ടമൊക്കെ സോളമനൊക്കെയാണ് ഉണ്ടാവുക. ക്രിസ്ത്യാനിയുടെ തോട്ടത്തില് ഹിന്ദുവിന് കാര്യം. ഇതിൽ രാമൻ എന്നുള്ളത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്. അദ്ദേഹം ഒരു റിസോർട്ട് ഓണറാണ്. ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാട് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഒരു 500 ഏക്കറോളം വരുന്നൊരു കാട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ടൂറിസ്റ്റുകളെയും ആൾക്കാരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള താമസ സൗകര്യവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വളരെ എന്താ പറയുക, ഔട്ട് ഓഫ് ദ സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മോഡേൺ ടെക്നോളജിയിൽ നിന്നെല്ലാം മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഏദൻ തോട്ടത്തിനെ കാണുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്ന ഏദൻ തോട്ടം എന്നാണ്. ആ ഏദൻ തോട്ടത്തിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വെക്കേഷനോ ഒക്കെ ആയിട്ട്. അങ്ങനെ വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ഫാമിലിയൊക്കെയാണ് മാലിനിയുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും. പിന്നീട് ഇവരുടെ ജീവിതവും ഏദൻ തോട്ടവുമായിട്ട് എങ്ങനെയാണ് ലിങ്ക്ഡ് ആവുന്നത്, സിറ്റി ലൈഫും നമ്മുടെ നാട്ടുമ്പുറം അല്ലെങ്കിൽ ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് രാമൻ്റെ ഏദൻ തോട്ടം. ഇനി രാമൻ്റെ സ്വന്തം മാലിനി ഭയങ്കര ഭംഗിയാണ് അല്ലേ അനുവിനെ സ്ക്രീനിൽ? അല്ലെങ്കിൽ ഭംഗിയാണ് അങ്ങനെയല്ല, പക്ഷെ ആ ഒരു ഇങ്ങനെ ഒരു മെച്ചുവേർഡ് ലുക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സാരിയൊക്കെ ഉടുത്തിട്ട്. അപ്പൊ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇതിങ്ങനെ വിഷ്വലൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നു എന്നെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് എടുത്ത ഈ സിനിമ തന്നെയാണ് രാമൻ്റെ ഏദൻ തോട്ടത്തിലാണ്. കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചു, നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറെ പേര് ഇതിന്റെ ട്രെയിലറും ഈ മീറ്റ് മാലിന്യം ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോൾ കുറെ പേര് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഹാപ്പി വീടിനെക്കാളൊക്കെ അനുസരിച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതാണ് ആക്ടിങ്ങില്. ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും. അപ്പൊ എന്താണ് ഈ ക്യാരക്ടറിന്റെ ഒരു ബേസ്? എന്താണ് മാലിനി? ഒരു കോതമംഗലത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഇപ്പോൾ ജീവിക്കുന്നത് ഒരു മെട്രോ സിറ്റിയിലാണ്. അവിടെ മാലിനിക്ക് ഒരു ഡാൻസ് സ്കൂളുണ്ട്. അതാണ് മാലിനിയുടെ ലോകം, കുട്ടികൾ ഡാൻസ് അതൊക്കെയാണ്. പിന്നെ അടുത്ത ഒരു വെക്കേഷനിൽ രാമൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് ടൂർ പോവാണ്. പിന്നെ അവിടെ ഇതുപോലെ തന്നെ ഇവരായിട്ട് ഒന്നുമില്ല, നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരുപാട് റിലേഷൻസിന്റെ കഥ പറയുന്നതാണ്. അതിൽ സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം രാമൻ്റെ ഏദൻ തോട്ടത്തിൽ തന്നെ രാമൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്തുക്കളാണ് അവിടെ വരുന്നവർ സുഹൃത്തുക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദം വരുന്നവരുമായിട്ട് പോകുന്നവരുമായിട്ടെല്ലാം രാമൻ കീപ്പ് ചെയ്യാറുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഏദൻ തോട്ടത്തിലേക്ക് വന്ന ആൾക്കാർ തിരിച്ച് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിൽ ശരിക്കും ഒരു പ്രണയം തന്നെയാണ് പ്രധാന വിഷയം. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് കുറെ നാളുകളായിട്ടൊരു അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നടത്തുന്നുണ്ട്. ഈസ് ദർ ലവ് ആഫ്റ്റർ മാരേജ് എന്നുള്ളൊരു ടാഗ് ലൈൻ ഒക്കെ ഉണ്ട്. അപ്പം രഞ്ജിത്ത് ഒരുപാട് നാളുകളായിട്ടൊരു പ്രണയ സിനിമ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതറിയില്ല, കോളേജ് സ്റ്റോറി ആലോചിക്കാൻ ഞാൻ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ വിട്ടുപോയി. അപ്പം പുള്ളി അതിനു മുമ്പ് പല ജനസികളിൽപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുണ്ട്, ത്രില്ലർ ആണെങ്കിലും അപ്പം ഇതും അങ്ങനത്തെ തരത്തിലുള്ളത്. കാരണം രഞ്ജിത്തിന്റെ സിനിമകളിലെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫീൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഒട്ടും അതിഭാഗത്വമില്ലാതെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ നമുക്ക് അത് കാണാനും അനുഭവിക്കാനും സാധിക്കും. ഇതും അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരുടെ കഥകളും കഥാസാഹചര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് ഇന്ന ആളാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളുമാണ്. അതിന് കുറച്ചൊരു ചെറിയ ഹ്യൂമറും കാര്യങ്ങളും ഒരു നല്ലൊരു കഥയുടെ ബേസും ഏറ്റവും നല്ല ഗാനങ്ങളും അല്ലെങ്കിൽ വിഷ്വലൈസേഷനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന ഒരു നല്ലൊരു എന്റർടൈനർ തന്നെയായിരിക്കും രാമൻ്റെ ഏദൻ തോട്ടം. രഞ്ജിത്ത് ശങ്കർ ഒരു ഭയങ്കര നല്ലൊരു സ്റ്റോറി ടെല്ലർ, ഭയങ്കര നല്ല നരേറ്ററാണ്, നല്ലൊരു സ്റ്റോറി ടെല്ലറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചാക്കോച്ചിന് ഫീൽ ചെയ്തു? ഫസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്താണ് പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്. പുള്ളി ഒരു റൈറ്റർ, സ്റ്റോറി ടെല്ലർ മാത്രമല്ല, നല്ലൊരു മാനിപ്പുലേറ്ററും കൂടിയാണ്. ഇൻ ഗുഡ് സെൻസ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഇത്രയും സമയം എന്നോടൊപ്പം ചിലവഴിക്കുന്നത്. നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് കുറേ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്ന്
അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വന്നു, നമുക്കൊരു സിനിമ ചെയ്യാം, കഥയൊന്ന് കേട്ട് നോക്ക്, ഇഷ്ടപ്പെടുമെന്ന് നോക്കൂ, നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ പറയുക, എല്ലാം നമുക്ക് തരും, ഡിസിഷനൊക്കെ നമ്മളോട് തീരുമാനം എടുക്കാനായിട്ട് പറയും. എന്നിട്ട് നമ്മൾ തീരുമാനം പറയും, പക്ഷെ തീരുമാനം എടുക്കുന്ന പുള്ളി തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെ കഥ കേട്ടിട്ട് ഇത് കൊള്ളാമായിരിക്കും അല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ആയിരിക്കും, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ കഥ പറയുമ്പോഴും കഥയുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ വന്നിരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുക, കുറേ ദിവസങ്ങൾ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം രാമനിൽ എൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇപ്പം ഞാനും രഞ്ജിത്തും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ വേറെ ആരെങ്കിലും എന്നെ കാണാൻ വേണ്ടി വരും, എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ സിനിമയിൽ നിന്നുള്ള ആൾക്കാരോ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെന്നോട് പെരുമാറുന്നത് എങ്ങനെയാണ്, അതെല്ലാം പുള്ളി ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ആ ക്യാരക്ടേഴ്സ്, ഈ കാണാൻ വരുന്ന ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ അവരുടെ എല്ലാവരുടെയും പല പല കാര്യങ്ങൾ, ഷെയ്ഡ്സ് നമുക്ക് ഈ സിനിമയിലെ പല ക്യാരക്ടേഴ്സിലും കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ഒരു നല്ല മാനിപ്പുലേറ്ററും കൂടിയാണ്. ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സിനിമയിൽ കോർത്തിണക്കി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മൂവി എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടിയാണ്. ശരിക്കും ഇത് വാഗമണ്ണിലാണ് ഏതന്തോട്ടം ആക്കി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റിയുടെ ബാക്ക്ഡ്രോപ്പും ഉണ്ട്, അത് എറണാകുളത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിറ്റി ലൈഫും ഈ നേച്ചറും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നല്ല രീതിയിൽ കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഫുൾ ക്രെഡിറ്റും മധുചേട്ടനും, അത് നീലകണ്ഠൻ എന്ന ക്യാമറമാനെ അവകാശപ്പെട്ടാണ്. കാരണം രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്തിനേക്കാളും ഈ സിനിമ, ഈ കഥ ചിലപ്പം ഇഷ്ടപ്പെട്ടത് മധുവിനായിരിക്കും. കാരണം ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളി. ക്യാമറയായിട്ട് പുള്ളി അങ്ങ് ചാടി ഇറങ്ങുകയാണ്, കാട്ടിലും മേട്ടിലും ചെളിയിലും എല്ലാം, ഒരു മടിയുമില്ല, ഇറങ്ങി ചെല്ലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകാതിരിക്കുന്ന വൃത്തിയില്ല. നമ്മൾ പേടിച്ച് മാറിയിരിക്കുകയാണെങ്കിൽ പുള്ളി ചാടി ഓടി അങ്ങോട്ട് വാ 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 ചാക്കോ വാ അനു ചാടി വാ ഓടി വാന്നൊക്കെ പറയും. ശരി, ഇറങ്ങാൻ പേടി എന്നൊക്കെ ചോദിക്കാം. ഒരു ദിവസം വൈകിട്ട് മധുചേട്ടൻ ഇങ്ങനെ ചാടി ചെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അരയോളം ഇറങ്ങി പുള്ളി ചെളിയിൽ ഇറങ്ങി. ആ ചെളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ട് രഞ്ജിത്തിനോട് പറഞ്ഞു, നല്ല ഉഗ്രം മണ്ണ, ഇതൊക്കെ തേച്ച് കുളിച്ചോണ്ടല്ലോ, നല്ല ഇതാ. അതേപോലെ ചാക്കോച്ചൻ കുറച്ച് താടി വളർത്തിയതൊക്കെ രാമന് വേണ്ടിയിട്ടാണ്. താടിയും മുടിയും വളർത്തിട്ടുണ്ട് ഞാൻ അതിഗംഭീരമായിട്ട്. നമ്മുടെ റൊമാൻറ്റിക് ഹീറോസിൽ ഒന്നാമത് നിൽക്കുന്ന ചാക്കോച്ചനാണെങ്കിലും റൊമാൻറ്റിക് സീൻസ് ചെയ്യാൻ സാറിന് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ റേപ്പ് ചെയ്തിട്ടൊക്കെ വേണം ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പുള്ളിക്കേരിയെ ഞങ്ങൾ പേടിപ്പിച്ചു. പുതിയ ആളാണ്, റാഗ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഞങ്ങളാരും വേണ്ടെന്ന് വെച്ചല്ലേ. ഞാനും രഞ്ജിത്തും മധുചേട്ടനും എല്ലാവരും പുള്ളിക്കാരെ പേടിപ്പിച്ച് ഉറപ്പിച്ച് കിടത്താറുണ്ട്. അനു ഇന്ന് അതാണ് ഇതാണെന്ന് പറഞ്ഞു ഞങ്ങൾ വിഷ്ണുവിനോട് സംസാരിച്ചിട്ട് വിഷ്ണുവിന് കുഴപ്പമൊന്നുമില്ല, അനുവിന് ടെൻഷനൊന്നും ഇല്ലല്ലോ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട്. അവസാനം ഞാൻ വിഷ്ണുവിനോട് പോയി പറഞ്ഞു, വിഷ്ണുവിടെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മളോട് ഇങ്ങനെ സ്റ്റോറി പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ല, പിന്നെ എന്താ ഞാൻ ചെയ്യില്ല. പിന്നെ മനസ്സിലായി എന്നെ കളിയാക്കിയതാണെന്ന്. ഇനി ഇപ്പോൾ അനിയത്തിപ്രാവ് 20 വർഷം തികയ്ക്കുന്നു. അപ്പോൾ എന്നിട്ടും 20 വയസ്സുകാരനെ പോലെ ഇരിക്കുന്ന ഒരാളാണ് നമുക്കുള്ളത്. അപ്പോൾ ശരിക്കും ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ വരുമ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള വേറെ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ വരുമ്പോൾ എന്തെങ്കിലും തരത്തിൽ സ്വന്തമായിട്ട് ഇതിന് മുമ്പത്തെക്കാട്ടിലും എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഇതില് രഞ്ജിത്ത് ഇത് നമുക്ക് ഫീൽ ചെയ്യും ഒരു മെച്യൂർഡ് ലവർ അല്ലേ. രഞ്ജിത്ത് നമ്മളോട് സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പം പറയും, ഇതൊക്കെ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്നുള്ളത് ചാക്കോച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയാറുണ്ട്. നമ്മൾ അല്ല, നിങ്ങളല്ലേ കഥ എഴുതും അല്ലെ, നിങ്ങൾ നന്നാക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാമല്ലോ എന്ന് രഞ്ജിത്ത് നമ്മളോട് പറയും. അത് ശരി, അത് കൊള്ളാം, നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ബോള് നമ്മുടെ കോർട്ടിലോട്ട് ഇട്ട് തരും. പക്ഷെ എന്നിട്ട് ചെയ്യുന്നതെല്ലാം പുള്ളി തന്നെയായിരിക്കും. ഇത് വേണ്ട എന്ന് പറയാം, മതി എന്നൊക്കെ പറയും. അപ്പം ഇതില് ഒരു മെച്യൂർഡ് റൊമാൻസ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. 40 വയസ്സുകാരൻ്റെ പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു പാകതയും പക്വതയും ഉണ്ട്. അത് ത്രൂ ഔട്ട് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ രാമൻ ഒരുപാട് ലോകപരിചയം, ലോകയാത്രകളും രാജ്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ചെക്കോസ്ലോവാക്കിയ അല്ല, മിയാവാക്കി മെത്തേഡ്. അത് നഗരങ്ങളിൽ കാട്,
നമ്മൾ വെച്ച് പിടിപ്പിക്കും, ഉണ്ടാക്കി കൊടുക്കും. ഒരു 5 സെന്റ് കാടുണ്ടാക്കുക, ഒരു 5 സെന്റ് സ്ഥലമാണെങ്കിൽ ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റ് ആണ് അകിര മിയാവാക്കി എന്ന് പറയുന്നത്. അകിര മിയാവാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡിനെയാണ് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രാമൻ. അപ്പൊ ഇതിലെ റൊമാൻസ് നമ്മൾ കാണുന്ന പോലെ ഭയങ്കര ഒരു എന്താ പറയാ അങ്ങനത്തെ റൊമാൻസ് ഒന്നുമല്ല. ഇതിനൊരു പക്വതയുണ്ട്, പാകതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രണയമാണ്. പക്ഷെ ഫിലോസഫിക്കലോ അല്ലെങ്കിൽ വളരെ തണുത്ത പ്രണയവുമല്ല. ഇതിൽ എന്റർടൈൻമെന്റ് ഉണ്ട്, ഫണ്ണുണ്ട്, ടെൻഷനുണ്ട്, ഇമോഷനുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ തലങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു പ്രണയ ചിത്രം തന്നെയാണ് രാമൻ്റെ. ഇനി മറ്റ് കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു കുറെ പേരെ നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ആരൊക്കെയാണ് വേറെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്? ചേച്ചി, ശ്രീജിത്ത് ചേട്ടൻ, വിശാലി ചേട്ടൻ, അജു വർഗീസ് ബ്ലഡ് ഒക്കെ എഴുതുന്നുണ്ട്, ജോജു ചേട്ടൻ, പിന്നെ ഉദയകൃഷ്ണ, സ്ക്രിപ്റ്റ് ഉദയകൃഷ്ണനുണ്ട്. ഇതൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് വരെയൊക്കെയാണ്. അനു രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണ്. ഡാൻസിന് ചില സീക്വൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഒരു ഡാൻസർ ആണ് എന്നുള്ളത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ഒരു ഡാൻസ് ടീച്ചറുടെ ക്യാരക്ടർ ചെയ്യാൻ? ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഡാൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ സീൻസ് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ രഞ്ജിത് സാർ പറയായിരുന്നു, അനു ഉറപ്പല്ലേ നന്നായിട്ട് ചെയ്യൂലേ, അത് എന്താ ഉറപ്പല്ലേ നന്നായി ചെയ്യില്ലേ, എനിക്ക് സത്യമല്ലേ ഞാൻ ചെയ്യില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എപ്പോഴും ആഗ്രഹമായിരുന്നു ഡാൻസ് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അതപ്പം ഡാൻസ് ആ പോർഷൻസ് ഒക്കെ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഡാൻസർ ഇരിക്കുന്നത് ക്ലാസിക്കലും കൈകാര്യം ചെയ്യും. അപ്പൊ ഇതില് എന്തെങ്കിലും ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇച്ചിരി പാടായ ഒരു സോങ് സീക്വൻസിൽ അഞ്ജു ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതില് ഡാൻസ് അറിയാത്ത പോലെ ഞാൻ ചെയ്യണം. അതാണ് ഏറ്റവും പാട്. ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാല്, വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ലവ് എന്ന സിനിമ ചെയ്യുമ്പോൾ അജു എൻ്റെ കൂടെ ഡാൻസ് ചെയ്യണം. ഇവൻ തെറ്റിക്കലോട് തെറ്റിക്കലും. അവസാനം ഇവനെ ഞാൻ പഠിപ്പിക്കും, ഇങ്ങനെ ചെയ്യും അങ്ങനെ പഠിപ്പിച്ച് ടേക്കിന്റെ സമയത്ത് ഞാൻ തെറ്റിച്ചു. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഈ സിനിമയിൽ അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യണം, ഞാൻ മോശമായിട്ട് ഡാൻസ് ചെയ്യണം. അങ്ങനത്തെ സോങ്ങിലെ സീക്വൻസ് ഉണ്ട്. ഇനി ഇതിലൊരു 4am ഫ്രണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ടല്ലോ, അങ്ങനെ രണ്ടുപേർക്കും 4am ഫ്രണ്ട്സ് ഉണ്ടോ? ഞങ്ങൾ വളരെ സേഫ് ആയിട്ട്, ഞാൻ എന്റെ ഭാര്യയുടെ പുള്ളിക്കാരുടെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ പഠിച്ച കളറിനെന്ന്. പക്ഷെ അത് എനിക്ക് പക്ഷെ 4am ഫ്രണ്ട് വിഷ്ണുടൻ തന്നെയാ. രാവിലെ 4 മണിക്കൊക്കെ അതില്ല, ഫോൺ വിളിച്ച് എണീപ്പിക്കുന്നില്ല, പണിക്ക് പോകണ്ടേ, എനിക്ക് മടിച്ചു കിടക്കാതെ. ഇല്ല, അപ്പൊ ഫോൺ കോളിന്റെ ആവശ്യമില്ലല്ലോ, വിഷ്ണുവിനെ തന്നെ വിളിച്ചാൽ മതി. തട്ടി വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം പറയാൻ. ചവിട്ട് കിട്ടുന്നു മേടിച്ചിട്ട് ഫോൺ വിളിച്ച് എണീപ്പിക്കുന്ന ഇത് പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ മുഴുവൻ പറയുന്നതാണല്ലോ അല്ലെ ചാക്കോച്ചന്റെ കാര്യം. ഈ ക്യാരക്ടറിലും അത് പൊതുവെ ഇങ്ങനെ ചെയ്താൽ നന്നാവും അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയുന്ന ആളാണോ? ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ രഞ്ജിത്തിന്റെ പോലെയാണ്. ഇത് അവര് നന്നായിട്ട് എഴുതി വെച്ച് തന്നു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. എന്നാലും ഏതെങ്കിലും ഇപ്പൊ ടേക്ക് ഓഫ് ഒക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അവിടെയാണല്ലോ ശരിക്കും ക്രിറ്റിസിസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവിടെയാണല്ലോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു കഥാപാത്രവും സിനിമയാണ് ടേക്ക് ഓഫ്. അതിലെ ഷഹീദ് എന്ന ക്യാരക്ടർ വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ മഹേഷ് നമ്മൾ അഭിനയിക്കുമ്പം മഹേഷ് ഓടി വന്നിട്ട് പറയും, നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് കുറയ്ക്ക് നമ്മൾ തരുന്ന കാശിനെ കുറിച്ച് നമ്മൾ പണിയൊക്കെ എടുക്കണ്ടേ. അല്ല ഇതിൽ കാശില്ലല്ലോ, വേണ്ട കുറച്ച്. അങ്ങനെയല്ല, പുള്ളിക്കാരി കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഓൾറെഡി ആ സിനിമയിൽ ഡ്രാമ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം രാമൻ്റെ തോട്ടമാണെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു സട്ടിൽ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആരും അങ്ങനെ ഓവറായിട്ട് ഡ്രാമാറ്റിക് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സീക്വൻസുകളും അങ്ങനെയാണ്, ചില സീക്വൻസുകൾ ഡ്രാമാറ്റിക്കാണ്, പക്ഷേ അതിൽ പോലും അണ്ടർപ്ലൈ ചെയ്ത് നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി സട്ടിലിറ്റി പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി റൊമാൻസ്, എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഈ അനിത്യപ്രാവൊക്കെ ഇറങ്ങിയ സമയത്ത് പുസ്തകത്തിന്റെ അനിത്യപ്രാവിന്റെ സമയത്ത് പുസ്തകത്തിന്റെ അവിടെ ചട്ടയിലൊക്കെ
മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെയും പുസ്തകത്തിന്റെ ചട്ടയിൽ ചാക്കോച്ചന്റെ മുഖമായിരിക്കും. ചില ആൾക്കാരുടെ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ടാവും. ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം മറ്റേ ഞാൻ ജനിക്കുന്നതിന് മുമ്പായിരുന്നു പറയാറാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം ടോം ആൻഡ് ജെറിയും ചോട്ടാ ഭീമും ഒക്കെയാണ്. പക്ഷെ ശരിക്കും എന്റെ മുഖം റൊമാൻസിന് പറ്റിയതാണെന്നൊക്കെ ചാക്കോച്ചന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല, കാരണം അത് പ്രത്യേകിച്ച് ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ സിനിമകളിൽ അത് പ്രണയരംഗങ്ങൾ കാണുമ്പോൾ തീരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് ആ കഥാപാത്രത്തിന്റെയും അത് എടുത്ത രീതിയിൽ നല്ല ഗാനങ്ങള് അതൊക്കെയാണ്. ചാക്കോച്ചന് മറ്റേ ബ്ലഡിലൊക്കെ പ്രണയലേഖനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കൊതുകിന്റെ ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു കാർഡ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഇതിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാനൊക്കെ ഇദ്ദേഹം ഇവിടുത്തെ ഒരു അമൂൽ ബേബി ആണല്ലോ. ഞാനോ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞങ്ങള് വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി സത്യ ഒരു സോങ്ങിലുണ്ട് കണ്ടില്ല? ആ ഒരു കൂട് ഒരു കിളിയുടെ വലിയൊരു മരമായിരുന്നു. ഞാൻ ശരിക്കും അന്ന് ലൊക്കേഷനിൽ എത്തിയിട്ട് എനിക്ക് സീൻ എന്താണെന്നറിയില്ല, വലിയൊരു കുന്നിന്റെ മുകളിൽ ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ്. അപ്പൊ അന്ന് ലൊക്കേഷനിൽ എത്തിയിട്ട് സാറ് പറഞ്ഞു നമ്മളെ സോങ് കട്ടാണ് ഫസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതൊരു മരത്തിന്റെ മുകളിൽ കയറണം. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചെറിയ മരമായിരിക്കും എന്ന്. പിന്നെ ഞാൻ ചാക്കോച്ചനെ ഇങ്ങനെ പരത്തി നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു മരത്തിന്റെ മുകളിൽ അപ്പോഴാണ് മനസ്സിലായത് ദൈവം ഇത്രയും വലിയ മരത്തിന്റെ മുകളിൽ. അത് ഞാൻ നിൽക്കുന്ന ചില കൊമ്പിന്റെ സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയാ ഉണങ്ങി കിടക്കുകയാണ്. അന്ന് ഓർമ്മയുണ്ട്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന്. ചാക്കോച്ചനാണ് അതിനൊക്കെ കാരണക്കാരി. എന്താണ് ഈ സീനിനെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് രജിസാറിനോട് പറഞ്ഞ ചാക്കോച്ചാണ്. ഞാൻ പറഞ്ഞു രാമൻ കാടും മലകളും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നമുക്കൊരു ചെറിയൊരു മരം കയറ്റമൊക്കെ നടത്തിയാലോ? മരമൊക്കെ കയറുമോ? പിന്നെ നല്ല ചില്ലകളൊക്കെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കയറി അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കട്ടെ, നമുക്ക് സീക്വൻസ് അങ്ങനെയൊന്നും ഇല്ല. അല്ല, സീക്വൻസ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് രഞ്ജിത്ത് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ദുഷ്ടൻ ഒരു വലിയ മലയുടെ മുകളിൽ വലിയ മരത്തിന്റെ ഏറ്റവും മുകളിൽ കൊടും കാറ്റും കൊടും തണുപ്പും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു സോങ് സീക്വൻസും ഒരു സീനും അതിൽ കൺസീവ് ചെയ്തിട്ടുണ്ട് പുള്ളി. അത്രയ്ക്ക് ദുഷ്ടനാണ്. ഒരു ഹീറോയിൻ ഓറിയന്റഡ് മൂവി എന്ന് പറയുമ്പോൾ 2-3 ദിവസമായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കൂടെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും രഞ്ജിത്ത് സാറ് മറ്റേ സ്റ്റോറി പറഞ്ഞപ്പോൾ ശരിക്കും ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ടെൻഷനായിരുന്നു. സാറ് ചനു എന്താണ് ചെയ്യാമോ എന്ന് വെച്ചപ്പോൾ എന്നെക്കാളും മുമ്പ് ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവസാനം പിന്നെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഫസ്റ്റ് സീസൺ എനിക്ക് ചാക്കോച്ചാൻ്റെ കൂടെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ചാക്കോച്ച എനിക്ക് തീരെ പരിചയമില്ല എന്നുള്ളതായിരുന്നു. കാരണം ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കൂടുതൽ കംഫർട്ട് ആയിരുന്നല്ലോ. പക്ഷെ എനിക്ക് നമ്മളൊക്കെ ചാക്കോച്ചാൻ്റെ സിനിമ കാണുമ്പോൾ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കൂലേ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടപ്പോഴും ഭയങ്കര പാവമായിരിക്കൂലേ എന്നൊക്കെ എന്ന് വിചാരിച്ചേ. നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് ഭയങ്കര പാവം, ഭയങ്കര നേരിട്ട് കണ്ടപ്പോൾ അങ്ങനത്തെ ഭയങ്കര പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറയും ഞാൻ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറയുന്നത്. ചാക്കോച്ചായ വന്നിട്ട് ഒരു സീനിൽ എടുക്കുന്നതിന് മുമ്പേ അതെ ഞാൻ ഭയങ്കര സാനലിസ്റ്റ് അല്ല ഭയങ്കര പാവാന്ന് പറഞ്ഞു. ശരിക്കും സത്യത്തിൽ ഞാൻ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ടിന് മുമ്പൊക്കെ വന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ചിരിയൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ഓരോ സീൻ ചെയ്യുമ്പോൾ. പിന്നെ ചാക്കോച്ചായ എനിക്ക് ഓരോ ടെക്നിക്കലി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യാമറയുടെ സജഷൻ നിൽക്കുമ്പോൾ ഏത് സൈഡിലാണ് നിൽക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു. കാരണം ഞാനത് ചെയ്യുന്നതിന് മുമ്പേ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പൊ വഴക്ക് കിട്ടുമെങ്കിൽ എനിക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തന്നതാണെന്നുള്ളത് ഉദ്ദേശം വേറെ. രഞ്ജിത്ത് സാറും അതെ കേട്ടോ. എനിക്ക് സീനൊക്കെ ഭയങ്കര കറക്റ്റ്. ശരിക്കും എനിക്ക് മാലിനിയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കാരണം കുറച്ച് മെച്ചുവേർഡ്, അതെ അതെ, കുറച്ച് എന്നെക്കാളും ഒരുപാട് പ്രായമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ രഞ്ജിത്ത് സാർ പക്ഷേ എനിക്കത് ഈസി ആക്കി തന്നു. ഒരുപാട് പറയാനൊന്നുമില്ല, 38 വയസ്സല്ലേ ഉള്ളൂ മാലിയുടെ ക്യാരക്ടർ. 28 കേട്ടോ, 38 ഇവിടെ 40. മാലി എന്ന ക്യാരക്ടറിനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു. പോകെ പോകെ ഓരോ കാര്യങ്ങളിലും പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു നായികയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ഇൻട്രോ ടീസർ ഇറക്കിയിരിക്കുന്നത്. അത് ശരിക്കും എനിക്ക് ഭയങ്കര സർപ്രൈസ്. താങ്ക് യു. ചാക്കോച്ചൻ എങ്ങനെയാണ് ചെറുപ്പക്കാരനായിട്ടിരിക്കണം?
രാവിലെ ഓടാനൊക്കെ പോകും. അത് ഇത്രയും പ്രായമുള്ള കുട്ടികളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അല്ല കാര്യമായിട്ട് എന്താ ടെക്നിക്ക് ഉണ്ടല്ലേ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ദിവസം ദിവസം സുന്ദരനായി ഗ്ലോ ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നു. മറ്റേ വീറ്റ് ഗ്രാസ് ഒക്കെ വെറുതെ പൊക്കണ്ട പൊക്കണ്ട ആരും പറഞ്ഞിട്ടില്ലേ. നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് കളിക്കും, ചെയ്യുന്ന കാര്യം നന്നായിട്ട് എൻജോയ് ചെയ്യും. എപ്പോഴും ഭയങ്കര ഫ്രീ ആണ്. ഞാൻ കൂടുതലായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ലൊക്കേഷനിലൊക്കെ എപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കും. ഭക്ഷണം കഴിക്കില്ലല്ലോ, എന്നോട് രഞ്ജു സാറ് പറയാറുണ്ട് അനു ഇങ്ങനെ കഴിക്കാതെ